സോറി ഏട്ടാ, സേവ് ചെയ്ത് വിട്ടേനെ. രാജപ്പനെ. ഓ ഗൈസ്, നമ്മളിന്ന് മ്യൂസിയം കാണാൻ വന്നതാ. എന്തെന്നറിയില്ല, ഇന്നും മഴ കണ്ട. കോട്ടൊക്കെ ഇട്ട് വന്നത് കോട്ട ഫുള്ള് പൊത്ത. എല്ലാവരും വിചാരിക്കുന്നത് പട്ടെന്ന് ഈ മഴയത്ത് വരെ. മൃഗശാല, സൂ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. കയറി വരുമ്പോൾ തന്നെ നമുക്ക് വലത് സൈഡിൽ കാട്ടുപോത്തിനെ കാണാം. ആദ്യമേ എന്താ കൊഴുത്ത് ഈ പോണ, നല്ല കൊഴുത്ത് കാട്ടുപോത്ത്. ചേട്ടന്റെ വർഗത്തിലുള്ളൊരു കുരങ്ങാണിത്. കൊള്ളാം. ആരെ പോലെ തോന്നുന്നു നിങ്ങൾ തന്നെ പറയാം. കറുപ്പും സെയിം കളർ ഡ്രസ് ഇട്ടേക്കാണ്. നീയും കറുപ്പിട്ടേക്കും അതും കറുപ്പ്. നമ്മളെ കോളേജിലായിട്ട് വന്നതിന് സേവ് ചെയ്ത് വിട്ടേനെ. മരത്തിൽ നിറച്ച് വവ്വാല് തൂങ്ങി കിടപ്പുണ്ട്. അപ്പൊ കാഴ്ച ഇവിടെ ഒരു കുരങ്ങ് കമ്പിയും പിടിച്ചിരിപ്പുണ്ട്. കണ്ട, ബംഗാൾ കുരങ്ങ്. കണ്ട, ബംഗാൾ കുരങ്ങ് പുറകെ കൂടെ തന്നെ വാലും പൊക്കി പോകുന്നുണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാ തോന്നണം. ഇനിയിപ്പോ കുഴപ്പമില്ല, ഇങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ വല്ലയിടമൊക്കെ പോകുമ്പോൾ. കുറെ വർഷമായി കാണും ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി. ബ്ലൂ ക്രൗണ്ട് പീജൻ കണ്ടിട്ട് വെറൈറ്റി ആയിട്ട് തോന്നും. അതിൽ സ്പൈക്കൊക്കെ വെച്ചിട്ടുണ്ട്. സ്പൈക്ക് കൊണ്ടൊക്കെ പഞ്ചവർണ്ണ തത്തയുടെ സിനിമയിലൊക്കെ ഉള്ള തത്തയുണ്ട്. ഇവർ രണ്ടുപേര് കണക്ക് തോന്നണം. ഒരാൾ ഈ അറ്റത്ത്, ഒരാൾ ആ അറ്റത്ത് തിരിഞ്ഞിരിക്കുന്നു. നിങ്ങൾ CCTVയുടെ നിരീക്ഷണത്തിൽ ബ്രൗൺ ഫിഷോൾ കൂമൻ എന്തായിരിക്കും. ഈ കൂമന് ഏകദേശം 270 ഡിഗ്രി തല തിരിക്കാൻ പറ്റുമെന്നാണ് പറയണത്. അപ്പൊ ഇതാണ് ഹനുമാൻ കുരങ്ങ്. മരത്തിന്റെ മണ്ടയിരിപ്പുണ്ട്. രണ്ടായിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. കുഞ്ഞിനെയാണോ കെട്ടിപ്പിടിച്ചിരിപ്പുണ്ട്? രണ്ട് പക്ഷികൾ. ഇവിടെ പക്ഷികളാണ്. ഈ സൈഡിൽ മയിലിരിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പക്ഷി. ചിറക് വിടർത്തിയ അയ്യോ മഴ. ഈ മരത്തിനടിയായിട്ട് മരത്തിന് ഇലയൊന്നുമില്ല. ഈ മരത്തിന് ഇലയൊന്നുമില്ല. വാ വേറെ മരം നോക്കാം. ഓടിയോ കുറെ നേരം മരത്തിന്റെ മൂട്ടിയിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിയതാണ്. ഇവിടെ ഒരുപാട് കൊക്കുണ്ട് കേട്ടോ. ഈ കൊക്കിന് വംശനാശമൊന്നും ഇല്ലതാ. ഇവിടെ ഒരു കൊക്ക്, അവിടെ കുറെ കൊക്ക്, ഇവിടെ കൊക്കോടെ കൊക്ക്. ഇവിടെ എത്ര ഒതുങ്ങാൻ സ്ഥലം ഉണ്ടായിരുന്നിട്ടാണ് നമ്മൾ നേരം മരത്തിന്റെ അടിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നീന്തി വന്നിരുന്നെങ്കിൽ 2-3 വീഡിയോ എടുത്ത് കൊടുക്കുകയായിരുന്നു അതിന്. അതങ്ങനെയാണല്ലോ, ഞാൻ എവിടെ ക്യാമറ ഉണ്ടായാലും എല്ലാം തിരിഞ്ഞിരിക്കും. ഇപ്പൊ ഇതാറ്റത്ത് ഇതുണ്ടോ വെള്ളത്തിൽ കൂടെ പോണേ. നീർനായല്ലേ ഇത്? നീർനായെന്നാ വേണ്ട. വെള്ളത്തിൽ കൂടെ മുങ്ങണ് കഴിക്കാനുണ്ട മീൻ അവിടെ കൊണ്ടുവച്ചു. എല്ലാ ആശ മുങ്ങി. അതൊരു സ്പെഷ്യൽ ഡയറ്റ്. ഡു നോട്ട് ഈറ്റ് us. These animals are dangerous. ഇങ്ങോട്ട് കൂടി അടിയുണ്ട് കരടി. രണ്ടും കൂടെ അടി കൂടുക. രസമുണ്ട് ഇത് കണക്ക്. നിറച്ച് മുള സൈഡിൽ പോയി. എല്ലായിടം മുളയുണ്ട് കേട്ടോ. അച്ഛൻ നിനക്ക് എന്താ അഭിപ്രായം മ്യൂസിയത്തിനെ കുറിച്ച്? സൂവിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇങ്ങോട്ടൊക്കെ എന്ത് മൃഗങ്ങളെല്ലാം ഉണ്ടാ ഇവിടെ? നിങ്ങളത് കണ്ടോ? അതാ സിംഗം എവിടെ ചാടി വരും? കൂട്ടിന്റെ അടക്കയില്ലേ അടികളില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു പോസ് കിട്ടും. ഹിപ്പോപ്പൊട്ടാമസിന്റെ ഒക്കെ ഷേപ്പിൽ ഇരിക്കാനുള്ള തടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹിപ്പോപ്പൊട്ടാമസ് പാറയെന്ന് പറഞ്ഞാൽ ചെന്ന് ചവിട്ടിക്കോട്. എൻ്റെ വായിലിരിക്കും എല്ലാം കൂടെ. ഒരു വായിക്കേ ഉള്ളൂ. വാ ജോസ് നടാ. ജോസ് നടാ. ജോസിനെ പുറത്തെ ഒരു കൊച്ചു കരയാണ്. മാൻ ഒരുപാടുണ്ട് കണ്ടാ. പുല്ല് തിന്നുന്ന മാൻ. തിന്നോ നമ്മൾ രാവിലെ കഴിച്ചോ. ഇവിടെ ഒരുപാടുണ്ട് കേട്ടാ. ആ സൈഡിലോട്ടെല്ലാം നമുക്ക് ക്യാമറയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പൈസ കൊടുത്ത് റെഡിയാക്കിയ മാനാണ്. നീ പുള്ളി മാനി ഇങ്ങനെ പുള്ളി. അയ്യോ സോറി കേട്ടാ. മൂക്കുളരായത് അവിടെ കൊമ്പുള്ള മാനിന്റെ ഇടയിൽ കൊമ്പുള്ള മാൻ. ഇത് അടിപൊളി മാനാണ്. പ്രഥമ ശുശ്രൂഷ, കുടിവെള്ളം, ലഘു ഭക്ഷണശാല എല്ലാം ഇവിടെ കിട്ടും. ഇതവിടെ തന്നെ. ഇതവിടെ മാംസക്കോഴികൾ എപ്പോഴുണ്ട്. എവിടെ കണ്ടുപിടിക്കണമല്ലേ? ഗണേഷ് 10/7/2009. എന്നെക്കാൾ ഇളയത് കിടപ്പുണ്ട്. ഉണ്ട്. അതോ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കി കാണാം. ഇത് ചിരിക്കുന്ന പോലെ തോന്നുന്നത്. കരയണല്ലേ ഇത് വിളിക്കുമ്പോൾ ചിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഗൈസ്, ഞാൻ ചില സമയം വീട്ടിൽ ഇതേപോലെ കിടന്ന് ഉറങ്ങണത്. എൻ്റെ ചുരുണ്ട് കൂടി ഇങ്ങനെ കിടക്കും. എന്താ പുലിയെ കാണാതിരിക്കാൻ ബംഗാൾ കടുവ 300 കിലോഗ്രാം വരെ ആവാന്ന് കേട്ടാ. 114 ദിവസം ഗർഭകാലം. 25 വർഷം ജീവിക്കുള്ളൂ കേട്ടാ. കണ്ണാടാ മോനേടാ. ഇങ്ങോട്ട് വേടാ മോനെ. രാജപ്പനെ കൊള്ളാല്ലേ, നല്ല പേര്. കടുവ, അതും വെള്ള. അവിടെ കിടപ്പുണ്ട്. പക്ഷെ വെള്ളയല്ല കേട്ടെ, ചെളിയിലൊക്കെ നിറഞ്ഞ് ഇവിടത്തെ കളറായി. കടുവയ്ക്ക് മെത്ത കണ്ടിട്ട് കൊടുക്കണം. എനിക്ക് കിടക്കണത് കണ്ടിട്ട് സഹിക്കാൻ പറ്റും. യെല്ലോ മെക്കാവോ
നീല കാളെ കണ്ടിട്ടുണ്ടോ? നീലക്കാള. പക്ഷെ നീല കളറല്ലേ, മുള്ളം പന്നി. ഒരുപാട് കിടപ്പുണ്ട്. ചെന്ന് തൊട്ട് പണി എല്ലാം കൂടെ കയ്യിലിരിക്കും കുത്തി. ഗൈസ് ഇത് ബട്ടർഫ്ലൈ പാർക്കാ. ഗൈസ് ബട്ടർഫ്ലൈ പാർക്ക്. ഇരുതലച്ചി നീലക്കുടുക്ക. പാമ്പിനെ കണ്ടു തുടങ്ങിയത്. പക്ഷെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, എഴുതി വെച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നുമില്ല എൻ്റെ അത്. സൂവിന്റെ വെളിയിൽ ഒരു മയിൽ ഇരിപ്പുണ്ട്. എക്സിറ്റ് എല്ലാം കണ്ടു തുടങ്ങി. ഇനി അത് പോവാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇവിടെ മന്തിയിലോട്ട് വന്നു. മന്തി ഓർഡർ ചെയ്തിട്ടിരിക്കുക. സലാഡ് കഴിച്ചു തുടങ്ങാൻ പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. മ്യൂസിയത്തെ കയറി കണ്ട് ഫുഡൊക്കെ കഴിച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.